നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുടെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് നമുക്കിവിടെ കാണാം 92.30-40 കൂടിയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു, നമ്മളുടെ ഫസ്റ്റ് പ്രൈസ് ആക്ഷൻ ലൈൻ ബ്രേക്ക് ചെയ്തു. ഇവിടുന്ന് നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കേണ്ടതാണ്. താഴത്തേക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു എൻഡ് വരെ, നെക്സ്റ്റ് പ്രൈസ് ആക്ഷൻ ലൈൻ വരെ നമുക്ക് അവിടെ സിമ്പിളി 1:2 ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് സ്ക്രീനിൻ്റെ മുമ്പിൽ ഇല്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് മാറേണ്ടി വന്നു. സോ അത് മിസ്സായി. ഇവിടെ നമ്മൾ ലിമിറ്റ് ഓർഡർ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, അതായത് സെൽ ഓർഡറാണ്. തിരിച്ച് പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് 291.40 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് സെല്ല് ചെയ്യും. ഇതിൻ്റെ ഹൈ വന്നേക്കുന്നത്, ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ വന്നേക്കുന്നത് 290.95 ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് വരെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ എത്തണം എന്ന് അല്ലേ നമുക്ക് അവിടെ നിന്ന് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ വരെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു പക്ഷേ അത് അങ്ങോട്ട് വന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സപ്പോർട്ട് ലൈൻ ഇത് സപ്പോർട്ടായി മാറുന്നുണ്ടോ എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം ആ റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അത് നമ്മളിത് കുറച്ച് നേരം വാച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ട് മാർക്കറ്റ്, എങ്ങോട്ടാണ് കൂടുതൽ പുഷ് ചെയ്യുന്നത്, അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. അറ്റ് പ്രസൻ്റ്ലി ഡോമിൽ നോക്കിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ബൈയിങ് സൈഡിലേക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റി ഉള്ളതായിട്ടും സെല്ലിംഗ് സൈഡിലേക്ക് അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ ദാറ്റ് മാർക്കറ്റ് താഴത്തേക്ക് തന്നെ പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കി നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചെയ്യണം. അപ്പോൾ എൻട്രി എടുക്കാറാകുമ്പോഴേക്കും ഇല്ല എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. നമ്മളിട്ടേക്കുന്ന ഓർഡറിൻ്റെ തൊട്ടടുത്ത് വരെ മാർക്കറ്റ് ഇപ്പോൾ എത്തിയായിരുന്നു. 291.40 നമ്മുടെ ഓർഡർ കിടക്കുന്നത്. 291.30 വരെ മാർക്കറ്റ് എത്തിയിരുന്നു. ആ ക്യാൻഡിൽ അങ്ങനെ പോസിറ്റീവ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്യാൻഡിലാണെങ്കിലും ഇപ്പോൾ 291 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് 291.40 വരുമ്പോൾ നമ്മുടെ സെൽ ഓർഡർ ട്രിഗർ ആകും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അത് എൻട്രി ആയതിന് ശേഷം ഞാൻ അറിയിക്കാം. നമുക്കങ്ങനെ എൻട്രി കിട്ടിയിട്ടുണ്ട്, സെൽ എൻട്രി ആണ്. ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 79,000 ബൈ നടന്നിട്ടുണ്ട് മുകളിലേക്ക്. ഒപ്പം സെല്ലിംഗ് വോളിയം ഇവിടെ കടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് നല്ല സെല്ലിംഗ് പ്രഷർ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ 1 മില്യൺ ക്വാണ്ടിറ്റി അവിടെ വോളിയം വന്നപ്പോൾ 44% ബൈയിങ് സൈഡിലേക്കാണ് അധിക വോളിയം കാണിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല വോളിയം സെല്ലിംഗ് സൈഡിൽ കയറി വരുന്നുണ്ട്. 39,000 ഒക്കെ വെച്ചിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് അനുകൂലമായി മാറിയേക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ അക്കോർഡിംഗ് ടു നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് എൻട്രി എടുക്കേണ്ടത് ഈ പ്രൈസ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ലൈനിലേക്ക് ടാർഗറ്റ് ചെയ്യുവാണ്. 1:2 1:2 വരുന്നത് നമുക്കിവിടെ കാണാം 288.45. അപ്പോൾ നമുക്കിനി സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് കൊടുക്കാം. അപ്പോൾ സെല്ലാണ് ചെയ്തേക്കുന്ന ബൈ ഓർഡറാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഒരു ക്വാണ്ടിറ്റി 292.85 നമുക്ക് ബൈ ചെയ്യണം. 292.85 ബൈ 1 ക്വാണ്ടിറ്റി. ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇനി നമുക്ക് ലിമിറ്റ് ഓർഡറാണ് അടുത്തത്, ബൈ തന്നെ ടാർഗറ്റ്. ഇതിവിടെ 288.45. ഇത് മാർക്കറ്റ് ഓർഡറാണ് കിടക്കുന്നത്, അത് അൺചെക്ക് ചെയ്യുക. അപ്പോൾ ലിമിറ്റ് ഓർഡർ ആവും. പിന്നെ 288.45
ഇത് ഹിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 1:2 ആണ്. രണ്ടും നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി ആക്ച്വലി ഇന്നത്തെ ദിവസം നമുക്ക് ഒന്നും ചെയ്യാനില്ല. സ്റ്റോപ്പ് ലോസ് ട്രയലിംഗ് എപ്പോഴാണോ 1:1 എബോവ് ഒക്കെ നമുക്ക് പോകുന്നത് ആ സമയത്ത് സ്റ്റോപ്പ് ലോസ് ട്രയൽ വേണമെങ്കിൽ ചെയ്യാം. ഒപ്പം തന്നെ ഇവിടുന്ന് ടാർഗറ്റിന് വേണമെങ്കിൽ കുറച്ചുകൂടെ താഴത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ടാർഗറ്റിന് വേണമെങ്കിൽ എത്രമാത്രം മുകളിലേക്ക് താഴത്തേക്ക് കൂട്ടി വെക്കാമോ അത്രയും ടാർഗറ്റ് നമുക്ക് കൂടുതലെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ പ്രൈസ് പോയിന്റുകൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല ഡിഫറൻസ് ഉണ്ട്. ഇവിടുന്ന് ഇവിടെ വരെ 3% ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത്രയും വലിയൊരു മൂവ് മാർക്കറ്റ് നടത്തുമോ ഇല്ലെന്ന് നമുക്ക് ഡൗട്ട് ഉള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ പോയിന്റുകളുടെ മധ്യഭാഗം കണ്ടെത്തുക. ആ മധ്യഭാഗത്തിലേക്ക് പിന്നീട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരെയാണ് ഇന്ന് മാർക്കറ്റ് വരാനുള്ളൊരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഒപ്പം തന്നെ ഇന്ന് മാർക്കറ്റ് മൊത്തത്തിൽ എത്ര മൂവ് ചെയ്തു, ഇതിൻ്റെ ഹൈ ടു ലോ ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് 1.6% ആണ്. നമുക്കറിയാം ഇതിൻ്റെ ATR 2.5 മുകളിലായിരിക്കും ഇപ്പോൾ എന്തായാലും. അപ്പോൾ 2.5 എവിടെ വരെ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2.87 ഇവിടെ വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 2.87 അല്ലെ 3% വരെ ഇന്ന് മാർക്കറ്റ് മാക്സിമം മൂവ് ചെയ്യുന്ന കണക്ക് കൂട്ടിയാൽ നമുക്ക് ഇവിടെ വരെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വോളിയം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ആയിട്ടുണ്ട്. ക്യുമുലേറ്റീവ് ഡെൽറ്റ വന്നിട്ട് 254K ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ സെല്ലിംഗ് സൈഡിലേക്ക് കാണിച്ചതിന് ശേഷം ഈ ഒരു ക്യാൻഡലിൽ 1 മില്യൺ എബോവ് 2 മില്യൺ അടുത്ത് വന്നിട്ട് അത് മാക്സിമം 540K ബൈയിങ് വോളിയം വന്നിട്ട് നമ്മുടെ ക്യുമുലേറ്റീവ് ഡെൽറ്റ ഇത്രയും കുറഞ്ഞു. അതിനുശേഷം അത് വീണ്ടും ബിൽഡ് ചെയ്യുവാണ്. എനിവേ ഇവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞു പോയി എന്ന് വെച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് മുകളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ട്. അതർവൈസ് മാർക്കറ്റിന് ഏത് നിമിഷവും എന്തും ചെയ്യാം. അപ്പോൾ നമുക്കിനി ഉള്ള സാധ്യതകൾ ഇതാണ്. ഇവിടെ ഹിറ്റ് ചെയ്താൽ ടാർഗറ്റ് കിട്ടും, തിരിച്ചു പോയാൽ സ്റ്റോപ്പ് ലോസ് കിട്ടും. ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റിനെ ഈ ഒരു റേഞ്ചിനുള്ളിൽ എങ്ങോട്ടേക്കെങ്കിലും വീണ്ടും കൂട്ടി വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സാധ്യതകൾ. പ്രീവിയസ് ക്യാൻഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഹ്യൂജ് ബൈയിങ് ക്യാൻഡിലാണ് കാണിച്ചിരിക്കുന്നത്. വോളിയം ഹ്യൂജ് ആണ്. സോ ഇതൊരു ട്രാപ്പിംഗ് ക്യാൻഡിലായിട്ട് വർക്ക് ചെയ്തേക്കാം. ഇതിൻ്റെ ലോ ഇവിടെ ബ്രേക്ക് ചെയ്താൽ താഴത്തേക്ക് നല്ലൊരു ഫോള് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ലോ വരുന്നത് 289.60 ആണ്. 289.60 ഇവിടെ വരുമ്പോൾ നമുക്കവിടെ എത്ര വോളിയം ഉണ്ടെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വലിയ വോളിയം അവിടെ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്താൽ അത് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിരിക്കാം. താഴത്തേക്ക് വലിയ രീതിയിൽ മൂവ് ചെയ്തേക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കുന്നതെന്ന്. 265 260ലേക്ക് 250 14,000 ഓർഡേഴ്സാണ് അവിടെ കാണിച്ചത്. അതിപ്പോൾ ക്ലിയർ ആകാൻ സാധ്യതയുമുണ്ട്. ക്ലിയർ ആയിട്ടില്ല. 15 50 നല്ല ഓർഡർ ഉണ്ട്. 89 50 അതിപ്പോൾ ക്ലിയർ ആയി. സോ ദാറ്റ് മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്തേക്കാം. 1:2 നമ്മുടെ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും 1:1 കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് ട്രയൽ ചെയ്ത് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1:1 ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവനിലേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇത് 1:3 ആണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ടാർഗറ്റ് 1:3യിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1:3 എന്ന് പറയുന്നത് നമ്മൾ വെക്കുന്നത് 287.5ലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ലോ വന്നിരിക്കുന്നത് 288.90 നമ്മൾ ഇട്ടേക്കുന്നത് 45 സോ ടാർഗറ്റിന് നമുക്ക് കുറച്ച് കൂട്ടി വയ്ക്കാം. 287.5ലേക്ക് നമ്മൾ വെക്കുവാണ്. ഓക്കെ, 287.5. അപ്പോൾ ടാർഗറ്റ് മോഡിഫൈ ചെയ്യുവാണ്. ഇവിടെ നമുക്ക് 1:3 കിട്ടും. ഇനി 1:1ലേക്ക് നമുക്ക് നമ്മുടെ ട്രയലും സ്റ്റോപ്പ് ലോസിനെ വെക്കണം. അതിന് മുന്നേ ആദ്യപടിയായിട്ട് നമുക്ക് ഒരു 291ലേക്ക് നമുക്ക് ട്രയലും സ്റ്റോപ്പ് ലോസ് ഫസ്റ്റ് ബ്രേക്ക് ഇവനിലേക്ക് വെക്കാം.
അപ്പോൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് അങ്ങോട്ട് വെച്ചാൽ ഇനി നമുക്ക് ലോസ് ഇല്ല. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറിപ്പോന്നാലും നമുക്ക് സങ്കടപ്പെടേണ്ട അവസ്ഥയൊന്നുമില്ല. നമ്മൾ പ്രോഫിറ്റിൽ ചില്ലറ പൈസ പ്രോഫിറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യും. ഇനി 1:2 ഇവിടെ ഹിറ്റ് ചെയ്തതിന് ശേഷം തരുന്ന ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങിൻ്റെ പൊസിഷനും ഒക്കെ നോക്കിയിട്ട് 1:1 നമുക്കത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ മിനിമം 1 പോർഷൻ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇതിന് താഴത്ത്, അതായത് 1:2 താഴത്ത് എവിടെയെങ്കിലും ഒരു ക്ലോസിങ് കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ക്യാൻഡിലെയും ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കഴിഞ്ഞ ക്യാൻഡിലിനേക്കാളും കൂടിയ വോളിയത്തിലാണ് ഇത് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷേ അതൊരു ബൈയിങ് ക്യാൻഡിൽ എന്ന രീതിയിൽ കണ്ട് കുറേ അധികം ആൾക്കാർ അതിലും ഒരുപക്ഷെ ട്രാപ്പ് ചെയ്യപ്പെട്ടേക്കാം. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വീണ്ടും ഒന്ന് ട്രയൽ ചെയ്ത് 1:1 വെക്കാവുന്ന ഒരു കണ്ടീഷൻ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രാപ്പിംഗ് ക്യാൻഡിലാണെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് വീണ്ടും നമ്മുടെ 1:3 മേ ബി അച്ചീവബിൾ ആയേക്കാം. ഇന്നലത്തെ ക്ലോസിങ്ങിന് ശേഷം നിങ്ങൾ ചാർട്ട് നോക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾ ഇന്നലെ ടാർഗറ്റ് ചെയ്തിരുന്നത് നെക്സ്റ്റ് സപ്പോർട്ട് ലൈനിലേക്കായിരുന്നു. അത് ഇന്നലെ ടച്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 1:3 നമ്മളവിടെ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ 1:2 ട്രയൽ ചെയ്തത്. നമ്മുടെ ട്രയലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താണ് ഇന്നലെ നമുക്ക് ടാർഗറ്റ് കിട്ടിയത്. സോ ഇന്നലെ നമുക്ക് 1:3 കിട്ടുമായിരുന്നു, അതായത് നമ്മുടെ ടാർഗറ്റ് തന്നെ കിട്ടുമായിരുന്നു. 1:1 ഇല്ലെങ്കിൽ ബ്രേക്ക് ഈവനിലേക്കോ ട്രയൽ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ 1:3 ഇന്നലെ കിട്ടുമായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ അത്രയൊന്നും നോക്കുന്നൊന്നുമില്ല. നമ്മൾ 1:1 അല്ലെങ്കിൽ കിട്ടാവുന്ന മാക്സിമം കുറച്ച് ദിവസങ്ങളിൽ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതിന് ശേഷം നമുക്ക് ടാർഗറ്റുകൾ എടുത്ത് തുടങ്ങാം. ഇപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, ഒരു പ്രൈസ് പോയിൻറ്റിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരെ മാർക്കറ്റ് എന്തായാലും പോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്കത് എടുക്കണമെങ്കിൽ വേണ്ട ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരാനായിട്ട് സമയം എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ടാർഗറ്റ് എക്സിറ്റുകൾ ഇപ്പോൾ കാര്യമായിട്ട് എടുക്കാൻ പറ്റാത്തത്. അത് ബൈ ഡിഫോൾട്ട് കുറച്ച് പതുക്കെ ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇൻഡെക്സ് നിഫ്റ്റി 50 മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പർ സൈഡിലേക്കാണ്. ഇന്നലെ ആണെങ്കിലും നമ്മൾ ഡൗൺ സൈഡ് ടാർഗറ്റ് കിട്ടുമ്പോൾ നിഫ്റ്റി അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ സ്റ്റോക്ക് ഡൗൺവേർഡ് മൂവ് ചെയ്യുവാണ്, അറ്റ് ദ സെയിം ടൈം ഇൻഡെക്സ് അപ്വേർഡ് മൂവ് ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റോക്കിൻ്റെ ATR ആണ് നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ATR ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതൊരു 9.2 ആണ്. 9.2 ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ 9.2 എന്ന് പറയുമ്പോൾ 9.2 ഡിവൈഡഡ് ബൈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 289, 290 കൂട്ടിക്കോളും, 290 ഇൻറ്റു 100, അതായത് 3% ആണ് അതിൻ്റെ ATR ഇപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ 3% ATR എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് ഇന്നത്തെ ഹൈയിൽ നിന്ന് ലോ വരെ നോക്കിക്കഴിഞ്ഞാൽ 1.16% മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളൂ. ATR നമ്മളിപ്പോൾ കണ്ടത് 3% എബോയാണ്, 3.17 ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 എന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ 3% മാർക്കറ്റിന് ATR അക്കോർഡിംഗ് ടു ദ ATR മാർക്കറ്റിന് മൂവ് ചെയ്യാം. അതായത് അടുത്ത നെക്സ്റ്റ് സപ്പോർട്ട് ഇവിടെയാണ് കാണിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ. ഓക്കെ, അത് കാണണമെങ്കിൽ നമ്മൾ ജൂലൈ 10 പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈസ് റേഞ്ച് ഉള്ളത് അവിടെയാണ്. അപ്പോൾ അതുവരെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു റേഞ്ചാണുള്ളത്. നമുക്ക് വേണ്ടത് ATR വെച്ചിട്ട് ഒരു 3% വരെ, അത് ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ മധ്യഭാഗം വരെ ഇന്ന് മാർക്കറ്റിന് വേണമെങ്കിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. വരുമോ ഇല്ലയോ അതൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇന്ന് എന്തായാലും ടാർഗറ്റൊന്നും ചെയ്യുന്നില്ല. നമ്മൾ 1:3 ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് എപ്പോഴെങ്കിലും ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴത്തൊരു ക്ലോസിങ് തന്നാൽ നമ്മൾ 1:1 ട്രയൽ ചെയ്യും. അതിനുശേഷം നമ്മൾ 1:3 കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ 1:1 അല്ലെങ്കിൽ 1:3 ആയിരിക്കും നമ്മളിന്ന് എടുക്കാനുള്ള കൂടുതൽ സാധ്യതയുള്ളത്. ബാക്കി മാർക്കറ്റിൻ്റെ കാണിക്കുന്ന സ്വഭാവങ്ങൾ അനുസരിച്ച് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഓക്കെ,
നമ്മൾ ജൂലൈ 10-ാം തീയതിയിലേക്ക് പോയി ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നൊരു പ്രൈസ് ലൈൻ ഉണ്ടല്ലോ, ഇന്നത്തെ ഡേ ലോയോട് കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈൻ, അപ്പോൾ ഇത് വളരെ വലിയൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവിടെ വന്ന് വീണ്ടും ഒരു ടച്ചും കൂടെ തന്നേക്കാം, ഇല്ല എങ്കിൽ അത് തിരികെ പോകാം. ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇനി ക്ലോസിങ് ചെയ്യുന്നില്ല എങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ തിരികെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മളിവിടെ എന്തായാലും എക്സിറ്റ് എടുക്കുന്നുണ്ടാവില്ല. നമ്മൾ എക്സിറ്റ് എടുക്കുന്നത് 1:1 ഇല്ല 1:3 തന്നെയായിരിക്കും. അതായത് മാർക്കറ്റ് താഴത്തേക്ക് തന്നെ ഫോൾ ചെയ്യണം, എന്നാലേ നമ്മൾ ടാർഗറ്റ് എക്സിറ്റ് എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ട്രയൽ ആൻഡ് സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്ന്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, കുറച്ചധികം വോളിയം ഇവിടെ കയറുകയും ചെയ്തു. മാർക്കറ്റ് നന്നായിട്ട് താഴത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് 1:1 ട്രയൽ ചെയ്ത് 1:3 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ബാക്കി നമുക്ക് നോക്കാം. ഇവിടെ ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ 289 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു 50,000-ൻ്റെ അധികം ഓർഡേഴ്സ് ഉണ്ട്. സോ അങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് താഴത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും 1,40,000, 1,18,000, 61,000 ആ രീതിയിലുള്ള വലിയ ഓർഡേഴ്സ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം നമുക്ക് കാണാം മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് ഫോളോ ചെയ്യുവാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് 1:1 ട്രയൽ ചെയ്യാവുന്ന ഒരു സാഹചര്യം ആയിട്ടുണ്ട്. 1:2 മുകളിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു പ്രോഫിറ്റാണ് ഇന്ന് ആ അടിസ്ഥാനത്തിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്യാൻഡിലൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ട്രയലിങ്ങിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. 1:1 നമ്മൾ കൂടുതലൊന്നും കൂട്ടി വെക്കുന്നില്ല. 1:1 നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ട്രയൽ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് 1:1 അല്ലെങ്കിൽ 1:3 ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് എന്തായാലും കിട്ടും. ഇനി ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ 3 മിനിറ്റും കൂടെ അവശേഷിക്കുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ നിയർലി 50% അടുത്ത് സെല്ലിംഗ് സൈഡിലേക്കാണ് അധികമായ ഓർഡേഴ്സ് വന്നിട്ടുള്ളത്. 1,41,000-ൻ്റെ ഓർഡർ വീണ്ടും വരുന്നുണ്ട്. സോ ദാറ്റ് അത് താഴത്തേക്ക് തന്നെ വീണ്ടും പോയേക്കാം. അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി എന്താണ് ചെയ്യുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. നിഫ്റ്റിയും കണ്ടിന്യൂസ്ലി ഒരു ഫോള് തരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതും താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടാർഗറ്റ് എക്സിറ്റ് 1:3 കിടക്കുന്നത് ഇവിടെയാണ്. അത് 287 രൂപ 5 പൈസയിലാണ് നമ്മളുടെ ആ ഓർഡർ ഉള്ളത്. ഇതിൻ്റെ ലോ വന്നേക്കുന്നത്, ഈ ക്യാൻഡിലിൻ്റെ ലോ വന്നേക്കുന്നത് 287 രൂപ 90 പൈസയാണ്. അതായത് നിയർലി ഒരു 1 റുപ്പീസും കൂടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ടാർഗറ്റ് എക്സിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഡേ ലോയിൽ നല്ലൊരു ഓർഡർ ഇന്ന് ഉണ്ടാകാൻ, അതായത് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇവിടെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയത്തില്ല, സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് വരുന്നത് 287.60 നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഡോമിൽ അതിനോടടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. വലിയ ഓർഡർ അവിടെ കിടപ്പുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ലക്ഷണമാണ്. $1 മില്യണിലധികം ഈ ക്യാൻഡിൽ വോളിയം ഓൾറെഡി വന്നു കഴിഞ്ഞു. സ്റ്റിൽ സെല്ലിംഗ് സൈഡിലേക്ക് കൂടുതൽ വോളിയം വരുന്നതായിട്ടാണ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വേറൊരു സാധ്യതയുള്ളത്, മാർക്കറ്റ് ഈ ലോയിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് ഫ്രഷ് ബയേഴ്സ് വന്നിട്ട് മാർക്കറ്റിനെ തിരിച്ച് കയറ്റിക്കൊണ്ടു പോകാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒപ്പം ഞാൻ പറഞ്ഞു ജൂലൈ 10-ാം തീയതിത്തെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അവിടെ ഈ കാണുന്ന പ്രൈസ് ആക്ഷൻ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വന്നപ്പോഴൊക്കെ വലിയ രീതിയിൽ മാർക്കറ്റിനെ മുകളിലേക്ക് പുഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നെന്താണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇനി ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് തന്നെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഈ പറയുന്ന പോലെ നെക്സ്റ്റ് സപ്പോർട്ട് ഇവിടെയാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 60-ലൊക്കെ ഹ്യൂജ് ഓർഡർ കണ്ടിരുന്നു. സോ ദാറ്റ് മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുവാണ്. നമ്മുടെ ടാർഗറ്റ് എക്സിറ്റ് 1:3 ഒരു പക്ഷേ അവിടെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. വോളിയം നല്ലപോലെ വരുന്നുണ്ട്.
മാർക്കറ്റ് ലോയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഡേ ലോ ബ്രേക്ക് ആയിട്ടുണ്ട്. നല്ല വോളിയം താഴത്തേക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1:2 ഇങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ ട്രയൽ ചെയ്യാവുന്നതാണ് ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങിന് ശേഷം. കാരണം മാർക്കറ്റ് ഇവിടെ തിരിച്ച് കയറി പോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് ക്ലോസിങ് നടക്കട്ടെ, നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഒരുപക്ഷേ ഈ ക്യാൻഡിൽ തന്നെ ചിലപ്പോൾ തിരിച്ച് കയറി പോകുന്നതായിരിക്കും. ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടും പിന്നീട് അങ്ങോട്ട് വലിയ മൂവ് താഴത്തേക്ക് നടത്താത്തതുകൊണ്ടാണ് ക്യാൻഡിൽ പോസിറ്റീവ് ആവുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം, എന്തായാലും സമയമുണ്ട്. മാർക്കറ്റിൽ ഇവിടെ നമ്മൾ ടാർഗറ്റ് ഓർഡർ ഇട്ടേക്കുന്ന 1:3 താഴത്ത് ഈ കാണുന്ന ലൈൻസ്, ഇത് 2 ലൈൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് S3, അതായത് സപ്പോർട്ട് ലെവൽ 3 ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ താഴത്തേക്ക് ഇറങ്ങി ഇതിന് താഴത്ത് നമുക്ക് ക്ലോസിങ് തന്നാൽ 1:4 വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അത് വരുന്നത് അതായത് 1:2 താഴത്തേക്ക് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ക്ലോസിങ് കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടാർഗറ്റിനെ എടുത്തിട്ട് 1:4 വെച്ചുകൊണ്ട് ഇത് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് 1:2 നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ 1:4 ഇല്ലെങ്കിൽ 2 കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ടാർഗറ്റ് നമുക്ക് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളപ്പോൾ എന്തായാലും 1:2 ജസ്റ്റ് ട്രയൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ഹിറ്റ് ചെയ്യുന്നെങ്കിൽ ഹിറ്റ് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. 1:2 അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡ് തന്നെ. സോ നമ്മളത് മോഡിഫൈ ചെയ്തു. ഇനിയിപ്പോൾ 1:3 4 ഒക്കെ മാർക്കറ്റ് പോകുന്നെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് മിനിമം 1:2 കിട്ടാനുള്ള അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനിയിപ്പോൾ വെയിറ്റ് ചെയ്യാം. ഈ ഒരു ക്യാൻഡിലും കൂടെ ക്ലോസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് താഴത്തേക്ക് ട്രയൽ ചെയ്യണമെങ്കിൽ ട്രയൽ ചെയ്ത് പ്രോഫിറ്റബിലിറ്റി കൂട്ടാം. മിക്കവാറും ഇപ്പോൾ തന്നെ നമ്മുടെ ടാർഗറ്റ്, അതായത് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡോമിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 287.50 36,000 ഓർഡർ കിടപ്പുണ്ട്. അപ്പോൾ ബൈയിങ് സൈഡിലേക്ക് ഹ്യൂജ് ഓർഡർ ഉണ്ട് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ താഴത്തേക്ക് തന്നെ ഒരു ഫോള് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇത് കണ്ടല്ലോ, ഈ ഡോമിൽ ഇതിങ്ങനെ കാണുന്നുണ്ട്. അവിടെ ആ 50 ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം 287.25 96,000 ഓർഡർ ക്ലിയർ ആയിട്ടുണ്ട്. സോ നല്ല വോളിയം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ബാക്കി ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ലിക്വിഡിറ്റി ഇവിടെ മാർക്കറ്റിന് കിട്ടിയിട്ടുണ്ട്. സോ തിരിഞ്ഞു പോരുന്നതായിട്ടാണ് തോന്നുന്നത്. എന്തും സംഭവിക്കാം. കൂടുതൽ സാധ്യതകൾ നമ്മൾ കണ്ടിരുന്നിട്ടുള്ള സാധ്യതകൾ കൂടുതൽ ചാൻസ് ഏതിനാണുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ പറയുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിനടുത്തേക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ.
1:3 തൊട്ട് പറ്റിയെത്തിയിട്ടാണ് മാർക്കറ്റ് റിവേഴ്സായി പോയേക്കുന്നത്. ഇപ്പോൾ 1:2 നമ്മൾ എക്സിറ്റ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് കണ്ടേക്കാം. സ്റ്റിൽ സെല്ലിംഗ് വോളിയം തന്നെയാണ് കൂടുതൽ വരുന്നതായിട്ട് കാണപ്പെടുന്നത്. നമ്മൾ 1:2 എക്സിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഈ ഓർഡർ നമുക്കങ്ങ് ടാർഗറ്റ് ഓർഡർ ക്യാൻസൽ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇന്നും ഇപ്പോൾ നമുക്ക് 1:2 റിസ്ക് റിവാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസവും പ്രോഫിറ്റായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി മൊത്തം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ മുതൽ ടോട്ടൽ ലോസ് കിട്ടിയേക്കുന്നത് 8 ദിവസമാണ്. ടോട്ടലി പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് 7 ദിവസമാണ്. പക്ഷേ ഈ 7 ദിവസത്തെ പ്രോഫിറ്റുകളിൽ ഇന്നടക്കം നമുക്ക് 1:2 ഇന്നിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ദിവസം അടുപ്പിച്ച് നമുക്ക് 1:2 ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. 2 ദിവസം അടുപ്പിച്ച് 1:3 നമുക്ക് കിട്ടിയിരുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ടാർഗറ്റ് 1:3 വീതം കിട്ടുമായിരുന്നു. അതായത് ഈ ദിവസം 1:3 കിട്ടുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്ത് വെക്കുവാണ്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുവാണ്. അടുത്ത സ്റ്റേജായിട്ട് കൺസിസ്റ്റൻസി ഇപ്പോൾ ഒരു 50-50 ഇവിടെ നമുക്കിപ്പോൾ കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം കുറച്ചും കൂടെ പ്രോബബിലിറ്റി നമുക്ക് കൂടുന്നു, ഇല്ല 50% എങ്കിലും ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് ടാർഗറ്റുകൾ പതുക്കെ കൂട്ടി തന്നെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ അത് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിന്ന് 1:3 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ 1:1 അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഈവനിലേക്കോ ഇവിടെ തന്നെയോ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാം. ഇപ്പോഴും നമ്മൾ ട്രേഡിൽ നിന്ന് ഔട്ടാവില്ല. സോ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് നമുക്ക് അടുത്ത സ്റ്റേജായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ട്രേഡിങ് ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ട് ജസ്റ്റ് 83 ദിവസമേ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് 100 ഡേയ്സ് നമ്മൾ ഇങ്ങനെ അങ്ങ് പോട്ടെ. അതിനുശേഷം നെക്സ്റ്റ് 100 ഡേയ്സിൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് വരുമോ, ഒപ്പം തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള ആ ഒരു റിസർച്ച് നമുക്ക് ആ സമയത്ത് നടത്താം. അതിന് ശേഷം വരുന്ന, അതായത് ആദ്യത്തെ 200 ദിവസത്തിന് ശേഷം വരുന്ന 300ാമത്തെ ഡേയിലേക്ക് കടക്കുമ്പോൾ 200-ന് ശേഷം വരുന്ന ട്രേഡിംഗ് ഡേയ്സിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ ആയി മാറാനായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ട്രേഡിംഗ് പഠിച്ചത് മറ്റുള്ള വിജയിച്ച ട്രേഡേഴ്സ് ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടം പോലെ കണ്ടാണ് പഠിച്ചത്. സോ തിയറി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കുറച്ച് എളുപ്പം ഇത് കണ്ട് പഠിക്കുന്നതിനായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തീരുമാനം ഏതാണ്ട് ശരി വെക്കുന്ന രീതിയിലാണ് മാർക്കറ്റ് ഇവിടെ മൂവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുന്ന പോലൊരു തോന്നൽ വരുന്നു എന്ന് പറഞ്ഞു. അത് അതേപോലെ തന്നെ 1:2 ട്രിഗർ ചെയ്തിട്ട് വലിയൊരു മൂവ് മുകളിലേക്ക് നടത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ 1:1 ഒക്കെ ഇവിടെ വെച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അതിപ്പോൾ ഹിറ്റ് ചെയ്ത് പോയേനെ. നമ്മുടെ ബ്രേക്ക് ഈവൻ വെച്ചിരുന്നെങ്കിൽ പോലും അതുപോലും ഇവിടെ നിന്ന് അതെടുത്തേനെ. സോ നമ്മൾ ടൈറ്റായിട്ട് ഇവിടെ ക്ലോസിങ് തന്നപ്പോൾ, അതായത് ഇത്രയും ക്യാൻഡിൽ വന്ന് ഇവിടെ അടുങ്ങിയിട്ടും മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നില്ല, ഇതിനും ബ്രേക്ക് ചെയ്തിട്ടും മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് ഫോളോ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1:2 ഇന്നിപ്പോൾ കിട്ടി, അല്ലെങ്കിൽ 1:1 നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് നമുക്ക് മാക്സിമം പോർഷൻ ഓഫ് പ്രോഫിറ്റ് കൂട്ടിയതിന് ശേഷം നമുക്ക് ധാരാളം ദിവസത്തേക്ക് ലോസ് കൊടുക്കാനുള്ള പൈസ ഏൺ ചെയ്തതിന് ശേഷം അതിന് റിസ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഹയർ ടാർഗറ്റുകൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഇവിടെ നമ്മൾക്കിപ്പോൾ കാണാം ബൈയിങ് സൈഡിലേക്ക് 1,00,000-ന് മേലെ കണ്ടിന്യൂസ് ഓർഡേഴ്സ് വരുന്നുണ്ട്. സോ വലിയ ഓർഡേഴ്സ് അങ്ങോട്ടേക്ക് വരുവാണ്. മാർക്കറ്റിനെ തിരിച്ച് കയറ്റാനുള്ളൊരു ശ്രമമായിരിക്കാം. ഞാൻ പറഞ്ഞു ജൂലൈ 10-ാം തീയതി
മാർക്കറ്റിലേക്ക് ഹിസ്റ്റോറിക്കലി പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അന്നത്തെ ദിവസം ഈ ഒരു പ്രൈസ് പോയിന്റ് വളരെയധികം വലിയ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് വലിയ മൂവുകളാണ് മുന്നിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഞാനത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചേക്കാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം ഒന്ന് എടുത്ത് നോക്കേണ്ടതാണ് കേട്ടോ. കണ്ടല്ലോ, ഇതാണ് ആ പ്രൈസ് പോയിന്റ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു, അതിന് ശേഷം മുകളിലേക്ക് കയറിപ്പോയി. അതിന് ശേഷം നെക്സ്റ്റ് ഡേയ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പുഷ് ചെയ്ത് സപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ വലിയ രീതിയിലേക്ക് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇത് കുറച്ചും കൂടെ ബാക്കിലേക്ക് പോയാലും നമുക്ക് ഇതേ പ്രക്രിയ കാണാം. ഇതാ ഇവിടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ വലിയ രീതിയിലുള്ള മൂവാണ് മുകളിലേക്ക് കൊടുത്തത്. ഇതാണ് നമ്മൾ കണ്ട ആ വലിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടം തൊട്ട് അങ്ങോട്ട് പിന്നെ വലിയ പുഷാണ് മാർക്കറ്റ് കൊടുത്തേക്കുന്നത്. എപ്പോഴൊക്കെ മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ വലിയ മൂവ് മുകളിലേക്ക് നടത്തിയിട്ടുണ്ട്. സോ ഇതാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിങ് നമ്മൾ പഠിച്ചെടുത്താലുള്ള ഗുണം. നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കലി നോക്കിയിട്ട് ആ വലിയ മൂവുകൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പലതും അറിയത്തില്ല, പക്ഷേ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ പലതും ഇതിനോടൊക്കെ മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ വോളിയം ഈ ഒരു ക്യാൻഡിലിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ച് ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകണമെന്ന് നിർബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. ഇതൊരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് മാർക്കറ്റിന് ഇനി വേണമെങ്കിലും ഈ ഒരു സപ്പോർട്ട് വരെയെങ്കിലും മാർക്കറ്റിൽ നിന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാണ്. മാർക്കറ്റ് ഈ രണ്ട് പ്രൈസ് പോയിന്റുകളുടെ മധ്യഭാഗമാണ് നമ്മൾ ഈ അടയാളപ്പെടുത്തിയേക്കുന്നത്. 283 രൂപ 85 പൈസ, 84 കൂട്ടിക്കോളൂ. അപ്പോൾ മാർക്കറ്റ് ക്ലോസിങ്ങിന് മുമ്പ് ഈ 284 വന്ന് ടച്ച് ചെയ്യുന്നുണ്ടോ? സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാൽ സംഭവിക്കാൻ പാടില്ലായിരിക്കൊന്നുമില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഹോംവർക്കായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.